ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മത്തായി 1:18-19 വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം വീണ്ടും നമുക്ക് ദാനമായി ദൈവം നൽകിയിരിക്കുന്നു. നീതിമാനായ യോസെഫ് എന്ന മനുഷ്യനെ ഇന്ന് വായിച്ച വേദഭാഗം നമ്മെ പരിചയപ്പെടുത്തുന്നു. മറിയയുടെ ഭർത്താവും ദൈവപുത്രനായ യേശുക്രിസ്തുവിന് ഭൗമിക പിതാവുമായി ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ് യോസെഫ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ മറിയയ്ക്ക് വലിയ സ്ഥാനം നമ്മൾ കൊടുക്കുമ്പോൾ ദൈവനിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മനുഷ്യനെ മറന്നുപോകരുത്. തിരുവചനം യോസെഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ നീതിമാനായിരുന്നു. താൻ ഒരു നീതിമാനായിരുന്നു എന്നുള്ളത് മറ്റ് സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും തെളിയിക്കപ്പെടുന്നുണ്ട്. നീതിമാനായ യോസെഫ് കരുതലുള്ള ഒരു മനുഷ്യനായിരുന്നു. തനിക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് അപവാദം വരാതിരിപ്പാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ചപ്പോൾ മറിയയെ ചേർത്തുകൊണ്ടു. ആരും ഒരിക്കലും തന്നെ മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത സമയത്ത് യോസെഫ് കരുതലുള്ള ഒരു മനുഷ്യനായി മറിയയെ ചേർത്തുകൊണ്ടു. നീതിമാനായ മനുഷ്യൻ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീർന്നു. മറിയയ്ക്ക് തൻ്റെ വേദനയും ദുഃഖവും പങ്കിടാൻ ഒരു പങ്കാളിയെ ദൈവം യോസെഫ് എന്ന മനുഷ്യനിലൂടെ നൽകുകയാണ്. നീതിമാൻ എന്നുള്ള പദവി പലപ്പോഴും നിഷേധാത്മകമായ ചില നിലപാടുകളിൽ നമ്മൾ ഒതുക്കാറുണ്ട്. എന്നാൽ യോസെഫിന് ക്രിയാത്മകമായ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് കരുതലുള്ള നീതിമാൻ എന്നത്. 2, നീതിമാനായ യോസെഫ് തൻ്റെ കുടുംബത്തെ പരിപാലിച്ചു. ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് സഹായിക്കാൻ യോസെഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, ശിശുവിനെ സംരക്ഷിക്കാൻ തൻ്റെ സ്വന്തം സ്ഥലം വിടുന്നതിനും യോസെഫ് ഒരുക്കമുള്ളവനായിരുന്നു എന്ന് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തി സ്ഥലം മാറുമ്പോൾ ജോലിയിലുള്ള ഭദ്രതകളൊക്കെ തകരുമെന്നുള്ളത് ഒരു സത്യമാണ്. മിസ്രയീമിൽ തൻ്റെ തൊഴിൽ സ്ഥാപിച്ചെടുക്കാൻ അവൻ ബന്ധപ്പെട്ടിരിക്കാം. എങ്കിലും തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് ആ ബദ്ധപ്പാട് സഹിക്കാൻ യോസെഫ് ഒരുക്കമുള്ളവനായി. നീതിമാനായ മനുഷ്യൻ മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവനാണ്. മറ്റുള്ളവരുടെ ഭദ്രതയ്ക്ക് വേണ്ടി തൻ്റെ ഭദ്രത വെടിയാൻ ഒരുക്കമുള്ളവനാണ്. 3, നീതിമാനായ യോസെഫ് ദൈവത്തോട് നിരന്തര സമ്പർക്കമുള്ളവനായിരുന്നു. മറിയയ്ക്ക് ദൈവദൂതൻ്റെ വെളിപ്പാട് ഒരിക്കൽ മാത്രമേ ഉണ്ടായതായി രേഖപ്പെടുത്തുന്നുള്ളൂ. എന്നാൽ യോസെഫിന് 3 പ്രാവശ്യം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. മറിയയെ ചേർത്ത് കൊള്ളാൻ ആദ്യമായി സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. 2ാമത് ശിശുവിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് രക്ഷപ്പെടാൻ നിയോഗം ലഭിച്ചു. 3ാമത് മടങ്ങി ഇസ്രായേലിലേക്ക് വരാൻ നിർദ്ദേശമുണ്ടായി. ഈ 3 പ്രാവശ്യവും പ്രതിസന്ധികളിലാണ് അരുളപ്പാടുണ്ടായതെങ്കിലും ആഴമായ ദൈവശക്തിയും നിരന്തര ദൈവിക സംസർഗവുമുള്ള വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ അരുളപ്പാടുകൾ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് സത്യമാണ്. 4ാമത്തെ ഒരു വിശേഷണം നീതിമാനായ യോസെഫിൻ്റെ ആഴമായ വിശ്വാസവും ഈ ഭാഗത്ത് ശ്രദ്ധേയമാണ് എന്നതാണ്. തനിക്ക് വേണ്ടി നിയമിച്ച കന്യക ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയ സമയത്ത്
തൻ്റെ സമനില തെറ്റിപ്പോകുകയോ പരിഭ്രാന്തനായി തീരുകയോ ചെയ്യാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവ നിയോഗമനുസരിച്ചു. തനിക്ക് ലഭിച്ച നിയോഗം തൻ്റെ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി എന്ന് നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവരെല്ലാം ഇങ്ങനെ ദൈവത്തെ അനുസരിച്ച മനുഷ്യരാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഫിലിപ്പോസിനോട് ശമര്യയിലെ അനുഗ്രഹിക്കപ്പെട്ട വേല വിട്ട് നിർജ്ജന പ്രദേശമായ ഗസയ്ക്കുള്ള വഴിയെ പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലാണ്. സഭയുടെ മുതിർന്ന ശുശ്രൂഷകരായ പൗലോസിനെയും ബർന്നബാസിനെയും മിഷണറിമാരായി അയക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. ഇവിടെയെല്ലാം തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതാണെങ്കിലും ദൈവത്തെ അനുസരിക്കുന്നതായി നമ്മൾ കാണുന്നു. അവസാനമായി ഏറ്റവും ഉപരിയായി നീതിമാനായ യോസെഫ് മറിയയെ തന്നേക്കാൾ ഉയർന്ന പദവിയിലേക്ക് ഉയരാൻ അനുവദിച്ചു. ക്രിസ്തുവിൻ്റെ ജനന ചരിത്രത്തിൽ യോസെഫിനേക്കാൾ മറിയയ്ക്കാണ് കൂടുതൽ പങ്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നീതിമാനായ മനുഷ്യൻ തന്നേക്കാൾ ഉയർന്ന പദവിയിലേക്ക് മറിയ വളരാൻ അനുവദിച്ചു. ദൈവികമായ സ്വഭാവം ഈ അനുഭവം നമ്മിൽ ഉളവാക്കുന്നു. പലപ്പോഴും ദൈവഭക്തി ഉള്ളവർ എന്ന് നാം അഭിമാനിക്കുന്നുവെങ്കിലും മറ്റുള്ളവരെ വളർത്താനും ഉയർത്താനും നമ്മൾ ശ്രമിക്കുന്നില്ല. ദൈവഭക്തിയും നീതിയും തമ്മിൽ നിറയുമ്പോൾ മറ്റുള്ളവരെ ഏത് രീതിയിലും സഹായിക്കാൻ ഉയർത്താൻ നമ്മൾ ഒരുപെടുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ നീതിയുള്ള മനുഷ്യനെ ദൈവം ഉപയോഗിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ മേഖലകളിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തോടും മനുഷ്യരോടും നീതിയുള്ളവരായി തീർന്നാൽ നിശ്ചയമായും നാം എത്ര ബലഹീനരാണെങ്കിലും ദൈവം നമ്മളെ ഉപയോഗിക്കും. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഉപയോഗപ്പെടുവാൻ, നീതിയുടെ പക്ഷത്ത് നിൽക്കാനുള്ള ഒരു വലിയ തീരുമാനം നമുക്ക് ആവശ്യമാണ്. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് നീതിമാനാകൊണ്ട് ആ നീതിയുടെ പക്ഷത്ത് നിൽക്കാനുള്ള ശക്തമായ വിളി അടിയങ്ങൾക്കും ലഭിച്ചിരിക്കുന്നുവല്ലോ. ദൈവം തമ്പുരാൻ വിളിക്കുന്ന വിളിക്ക് യോഗ്യമായി നീതിപൂർവ്വം ജീവിപ്പാൻ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. സകല ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് വഴി നടത്തണം. ആലോചകനായി ഒപ്പമുണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. യേശു മശിഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.